ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലിട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ദീപാവലിയുടെ ഒരു വ്ളോഗുമായിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ദീപാവലിയൊക്കെ ആഘോഷിച്ചോ? അപ്പോൾ ഞങ്ങൾ ദീപാവലി എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോയതുകൊണ്ട് തന്നെ 2 ദിവസം മുമ്പേ നമ്മൾ ദീപാവലി ആഘോഷിച്ചു കേട്ടോ. കാരണം ഞങ്ങൾ ദീപാവലിക്ക് തലേ ദിവസം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പടക്കമെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് അവിടുത്തെ വീട്ടിലെല്ലാവരുമായിട്ട് കത്തിച്ചു, കുറച്ച് നേരം ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ ഇളയ മോന് ഭയങ്കര പേടിയാട്ടോ ഈ സാധനമൊക്കെ. അവന് ഇഷ്ടമല്ലേ. എന്തായാലും നമ്മൾ കുറച്ച് നേരം കൂടെ ഇരുന്നു. എനിക്ക് ഈ പൂത്തിരിയും അതുപോലെ തറച്ചക്കരം, അതുപോലെ മത്താപ്പൂ അതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ അതായത് സൗണ്ട് കേൾക്കുന്ന പടക്കം അങ്ങനെയുള്ള സംഭവങ്ങൾ എനിക്കിഷ്ടമല്ല, എനിക്ക് പേടിയാണ്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ദീപാവലിയുടെ അന്ന് ഞങ്ങൾ ഇവിടെ എത്തി. പക്ഷേ അന്ന് ഞങ്ങളൊന്നും ആഘോഷിച്ചില്ല, നല്ല ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങി. ഇനി പിറ്റേന്ന് ഇവിടെ ലൈറ്റ്സും അതുപോലെ തന്നെ ഇവിടെ പൂജയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ദീപാവലി എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസിൽ ഭയങ്കര ആഘോഷമാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ പൂജയൊക്കെ കാണും, ലൈറ്റ്സും ഒക്കെ ഉണ്ട്. ലൈറ്റുകളുടെ ഒരു ഉത്സവമാണല്ലോ ഈ ദീപാവലി എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ പോയി അവിടെ കാളി ദേവിയുടെയൊക്കെ സ്റ്റാച്ചുവും അതുപോലെ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ പോയി കണ്ടു കുറേ നേരം. പിന്നെ അവിടെ പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട്, കടലയും അതുപോലെ തന്നെ പായസവും ഒക്കെ ഉണ്ടായിരുന്നു. അത് 2-3 സ്ഥലത്തുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പോയി കണ്ടു. പിന്നെ മാർക്കറ്റ് ഫുള്ള് ഈ ലൈറ്റ്സൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ തിരിഞ്ഞാൽ ഠോ കേൾക്കാൻ സമയമുള്ളായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും ദീപാവലി ഇഷ്ടമാണോ? എനിക്ക് ഈ ലൈറ്റ്സൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ സൗണ്ടും ഇതിനകത്ത് ഭയങ്കര അപകടമാണല്ലോ, അതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ളത് പേടിയാണ്. അങ്ങനെ എന്തായാലും അവിടെയൊക്കെ പോയി കണ്ടു കേട്ടോ. ഇതുണ്ടോ, ഇത് വേറൊരു സ്റ്റാച്ചു ആണ്. അവിടെ പൂജയൊക്കെ നടത്തുന്നുണ്ട്. ഭയങ്കര ആഘോഷമാണ് കേട്ടോ ഇവിടെയൊക്കെ. അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങൾ ഇവിടെ വിളക്കൊന്നും കത്തിച്ചില്ല കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഫുള്ള് വിളക്കൊക്കെ കത്തിച്ച് ലൈറ്റ്സൊക്കെ ഇടാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നതുകൊണ്ട് തന്നെ ഒരു ഇതിൽ നമുക്ക് പറ്റിയില്ല ഒന്നും. അങ്ങനെ കേട്ടോ. ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓണം പോലെ തന്നെ ഇവർ 2-3 ദിവസം മുമ്പേ ഫുള്ള് വീടൊക്കെ വൃത്തിയാക്കി ദീപാവലിക്ക് വേണ്ടിയിട്ട് ഫുള്ള് ഒരുങ്ങിയിരിക്കും കേട്ടോ. നല്ല രസമാണ് ഇവിടെയൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്ന ശേഷം പിന്നെ കുറച്ച് പടക്കമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ച് കേട്ടോ. ഇതൊക്കെ കുറേ നേരമൊക്കെ നിന്ന് പൊട്ടിച്ച ശേഷം പിന്നെ അങ്ങനെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ ഈ സൗണ്ടൊക്കെ? എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, മത്താപ്പൂവൊക്കെ. അങ്ങനെ പിന്നെന്താണ്, അപ്പം പിന്നെന്താണ് ഈ തറച്ചക്രം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ കത്തിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ടപ്പോ എന്ന് പറഞ്ഞ പൊട്ടിത്തെറിച്ചു. അത് ഭയങ്കര ഡേഞ്ചറാണ്. അതുപോലെ തന്നെ മത്താപ്പൂ, എല്ലാം സംഭവം തീയിൽ ഉള്ള സംഭവങ്ങളൊക്കെ നല്ല ഡേഞ്ചറായിരുന്നേ. അങ്ങനെ കുറേ നേരമൊക്കെ നിന്നു, ഇതൊക്കെ കണ്ട് ആസ്വദിച്ചു. അതിനുശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലിട്ട് പോയി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് കാണുകയും അതുപോലെ ഫുള്ള് വീഡിയോ കാണുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയെ കാണുന്നതായിരിക്കും. ബൈ ബൈ, താങ്ക് യു.